ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ വർക്കിലെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. നമുക്ക് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. എന്താണ് ഡെവലപ്മെൻറ്റ് അല്ലേ? നമുക്കറിയാം ഇതൊരു സീരീസ് ഓഫ് ചേഞ്ച് ആണ്. എന്ത് സീരീസ് ഓഫ് ചേഞ്ച്? പ്രോഗ്രസീവ് ആയിട്ടുള്ള സീരീസ് ഓഫ് ചേഞ്ച് ഇൻ ആൻ ഓർഡർലി കൊഹറൻറ്റ് പാറ്റേൺ വിച്ച് ഇൻവോൾവ്സ് ബോത്ത് ഫിസിയോളജി അതുപോലെ തന്നെ എന്താണ് സൈക്കോളജിക്കലിയും ഫിസിയോളജിക്കലിയും ആയിട്ടുള്ള ഒരു പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. മേലോട്ടാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് വരുന്നത് അല്ലേ. ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ചേഞ്ചാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി? അപ്പോൾ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. അതെന്താ പഠിക്കുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അല്ലേ. ഹ്യൂമൻ ബീയിങ്സിനെ നമ്മൾ പഠിക്കുന്നത്. ആനിമൽസിനെയോ ബേർഡ്സിനെയൊക്കെയാണോ? അല്ല, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡെവലപ്മെൻറ്റാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ബ്രാഞ്ച് സ്റ്റഡീസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത്. ഒരു ഹ്യൂമൻ ബീയിങ് ആ ഹ്യൂമൻ ബീയിങ്ങിനെ കൺസീവ് ചെയ്യുന്നത് മുതൽ അതിൻ്റെ മരണം വരെ ഉള്ള ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ ഇവിടെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിൽ പഠിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇറ്റ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് മെച്യൂറേഷൻ ആൻഡ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒന്നാണോ? അല്ല, രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ഇൻക്രീസ് ഇൻ സൈസ്, ഹൈറ്റ്, വെയ്റ്റ് എക്സെട്ര അല്ലേ. ഒരു കുട്ടീൻ്റെ ഹൈറ്റ് കൂടുന്നതും വെയ്റ്റ് വയ്ക്കുന്നതും ഒക്കെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് അല്ലേ. നമ്മൾ പറയാറുണ്ടോ ഇവൻ വലുതായല്ലോ, ഹൈറ്റൊക്കെ വെച്ചല്ലോ, വെയിറ്റൊക്കെ വെച്ചല്ലോ, കുട്ടി വലുതായി. അത് നമ്മൾ എന്താ പറയുന്നത്? കുട്ടിയുടെ ഗ്രോത്തിനെയാണ് പറയുന്നത് അല്ലേ. ഫിസിക്കലായിട്ടുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ബോഡി പ്രോസസ്സ് അല്ലേ. അത് നമുക്ക് വിസിബിൾ ആണോ? അല്ല, ഡെവലപ്മെൻറ്റ് ഒരിക്കലും വിസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് അല്ലേ. ഇപ്പോൾ ഡെവലപ്മെൻറ്റോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ? അല്ല, അത് ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ചാണ്. അതേപോലെ തന്നെ ഗ്രോത്ത് ഈസിലി മെഷർ ചെയ്യാൻ നമുക്ക് പറ്റും അല്ലേ. ഇപ്പോൾ ഹൈറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് 150 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ എനിക്ക് 160 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ ഓരോ തവണ നമ്മുടെ ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് അറിയാം നമ്മുടെ ഹൈറ്റ് കൂടുന്നതും നമ്മുടെ വെയിറ്റ് കൂടുന്നതും ഒക്കെ നമുക്കറിയാൻ പറ്റും. നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ അതേപോലെ നമുക്ക് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് വരെയാണ് അല്ലേ. ഫിസിക്കലായിട്ടുള്ളൊരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈറ്റൊക്കെ വെക്കുന്നതും കാര്യങ്ങളും ഒരു പോയിൻ്റ് വരെ അല്ലെങ്കിൽ ഒരു ഏജ് വരെയാണ് അതുള്ളത്. അതിന് ശേഷം നമ്മൾ ഹൈറ്റ് വയ്ക്കുമോ? ഇല്ല. പക്ഷേ ഡെവലപ്മെൻറ്റോ? അതൊരു അൺഎൻഡിങ് പ്രോസസ്സ് ത്രൂ ഔട്ട് അവർ ലൈഫ്. അതിന് ഒരു ഓക്കെ ഇത്രയും നാളെ ഉള്ളൂ അങ്ങനെയില്ല. അതൊരു ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടേയിരിക്കും ഈ ഡെവലപ്മെൻറ്റ്. അത് എങ്ങനെയാണ്? നമ്മൾ ആദ്യമേ പറഞ്ഞു, ഡെവലപ്മെൻറ്റ് നമ്മുടെ എക്സ്പീരിയൻസസ് ഒക്കെ വഴിയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ഒക്കെ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഡൊമെയിൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് നോക്കാം. അപ്പോൾ അതിൽ 4 ഡൊമെയിൻസാണ് പറയുന്നത്. ഫിസിക്കൽ ഡൊമെയിൻ, കോഗ്നിറ്റീവ് ഡൊമെയിൻ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡൊമെയിൻ, പിന്നെ സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി. ഫിസിക്കൽ ഡൊമെയിനിൽ എന്തൊക്കെയാണ് വരുന്നത്? ബോഡി സൈസ്, ബോഡി പ്രൊപ്പോർഷൻസ്, അപ്പിയറൻസ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, മോട്ടർ ഡെവലപ്മെൻറ്റ്, പെർസെപ്ഷൻ കപ്പാസിറ്റീസ് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. അപ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിലോ നമുക്കറിയാം അല്ലേ. തോട്ട് പ്രോസസ് ആൻഡ് ഇൻ്റലക്ച്വൽ അബിലിറ്റീസ്. എന്തൊക്കെയാണത്? അറ്റൻഷൻ, മെമ്മറി, പ്രോബ്ലം സോൾവിങ്, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അക്കാഡമിക് ആൻഡ് എവറിഡേ നോളജ്, മെറ്റാകോഗ്നിഷൻ ആൻഡ് ലാംഗ്വേജ്. അപ്പോൾ സോഷ്യൽ ഇമോഷണൽ ഡൊമെയിനിലോ സെൽഫ് നോളജ് അല്ലേ. അതെന്തൊക്കെയാണ് അതിൽ വരുന്നത്? സെൽഫ് എസ്റ്റീം, മെറ്റാകോഗ്നിഷൻ, സെക്ഷൽ ഐഡൻറ്റിറ്റി, പിന്നെന്താ എത്നിക് ഐഡൻറ്റിറ്റി. പിന്നെ എന്തൊക്കെ വരും ഇതിൽ? മോറൽ റീസണിങ് വരും അല്ലേ. പിന്നെന്താ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ്, സെൽഫ് റെഗുലേഷൻസ്, ടെമ്പറമെൻറ്റ്സ് വരും അല്ലേ. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ്, പിന്നെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആൻഡ് ഫ്രണ്ട്ഷിപ്സ്. അപ്പോൾ ഇതൊക്കെ പോലെ തന്നെ ചിൽഡ്രൻ ഓൾസോ ഡെവലപ്പ് സെക്ഷലി ആൻഡ് ഫോം എ ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലേ. ആൻഡ് ദിസ് ഡെവലപ്മെൻറ്റ് ഇസ് യുണീക്ക് ബിക്കോസ് ഇറ്റ് സ്പാൻസ് ഡെവലപ്മെൻറ്റ് അക്രോസ് ദി അതർ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ചാനൽസ്. അപ്പോൾ നമ്മൾ ഗ്രോത്ത് കണ്ടു, ഡെവലപ്മെൻറ്റ് കണ്ടു, ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇനി ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഏജിലും നമ്മൾ അക്കംപ്ലിഷ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കോഗ്നിറ്റീവ് സ്കിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ സ്കിൽസും ഉണ്ട് ഇല്ലേ. ഇതിനെയാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഫോർ ഇൻഫൻറ്റ് എന്താണ്? ഇസ് വാക്കിംഗ് അല്ലേ. ആൻഡ് ഫോളോഡ് ബൈ ഡെവലപ്മെൻറ്റ് ഓഫ് എ സെൻസ് ഓഫ് ഓട്ടോണമി. പിന്നെ ഒരു അഡോളസെൻറ്റ് പീരീഡിലാണെങ്കിലോ ലൈക്ക് അക്സെപ്റ്റിംഗ് വൺസ് ഫിസിക്കൽ ബോഡി, അതല്ലെങ്കിൽ ലേണിംഗ് ടു ഗെറ്റ് അലോങ് വിത്ത് ഫ്രണ്ട്സ് ഓഫ് ബോത്ത് സെക്സസ്,
അത് അഡൾട്ട്ഹുഡിലേക്ക് വരുവാണെങ്കിൽ ബിക്കമിങ് സെൽഫ് സഫിഷ്യൻറ്റ്, പ്രിപ്പയറിങ് ഫോർ ജോബ്സ് ആൻഡ് കരിയർ എക്സെട്ര അല്ലേ. ഈ ഒരു ടേം ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? റോബർട്ട് ഹെവൻഗസ്റ്റ് ആണ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ഇൻ 1950s ഈ ഒരു ടേം കോയിൻ ചെയ്തത്. റോബർട്ട് ഹെവൻഗസ്റ്റ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഇൻഡിവിജ്വൽ നീഡിൻ്റെയും സോഷ്യൽ ഡിമാൻഡിൻ്റെയും ഇടയ്ക്കുള്ള ഒരു മിഡ് വേ ആണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്നാണ്. ഇറ്റ് അസ്യൂംസ് ആൻ ആക്റ്റീവ് ലേണർ ഇൻട്രാക്ടിങ് വിത്ത് ആൻ ആക്റ്റീവ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. So what is the purpose of developmental task? There are three main purposes. First one is, it enables us to know what society expects from us at certain age. And these development tasks also motivate us to do what the social group expect us to do at certain age during our lives. Also, it shows us what lies ahead and what will be expected to do when we reach next stage of our lifespan. And in his work, നമുക്ക് കാണാൻ പറ്റും there are 6 stages in human life, that is from infancy to later maturity. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ is infancy and early childhood, that is from birth to 6 years of age. Then second one is middle childhood, that is 6 years to 12 years. പിന്നെ adolescence, അത് 13 years of age to 18 years. പിന്നെ early adulthood, that is from 19 years to 30 years. പിന്നെ മിഡിൽ ഏജ്, ദാറ്റ് ഈസ് ഫ്രം 30 to 60 ഇയേഴ്സ്. ലാസ്റ്റ് വൺ ഇസ് ലേറ്റർ മെച്യൂരിറ്റി, അതായത് 60 ഇയേഴ്സ് മുതൽ 60 ഇയേഴ്സ് ആൻഡ് എബവ്. ഏർലി ചൈൽഡ്ഹുഡിൽ എന്തൊക്കെയായിരിക്കും ഡെവലപ്മെൻറ്റൽ ടാസ്കുകൾ വരുന്നത്? ലേണിംഗ് ടു ടേക്ക് സോളിഡ് ഫുഡ്സ്, ലേണിംഗ് ടു വാക്ക്, ലേണിംഗ് ടു ടോക്ക്, ലേണിംഗ് ടു കൺട്രോൾ ദ എലിമിനേഷൻ ഓഫ് ബോഡി വേസ്റ്റ്, ലേണിംഗ് സെക്സ് ഡിഫറൻസസ് ആൻഡ് സെക്ഷൽ മൊഡസ്റ്റി അല്ലേ. ഇതൊക്കെയായിരിക്കാം ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്നത്. അപ്പോൾ ലേറ്റ് ചൈൽഡ്ഹുഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ലേണിംഗ് ഫിസിക്കൽ സ്കിൽസ്, ബിൽഡിംഗ് എൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വൺ സെൽഫ് ആസ് എ ഗ്രോയിങ് ഓർഗാനിസം, ലേണിംഗ് ടു ഗെറ്റ് അലോങ് വിത്ത് ഫ്രണ്ട്സ്, പിന്നെ ബിഗിനിങ് ടു ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് മസ്കുലിൻ ഓർ ഫെമിനിൻ സോഷ്യൽ റോൾസ് അല്ലേ. പിന്നെന്താ വരിക? ഡെവലപ്പിംഗ് കൺസെപ്റ്റ്സ് നെസസറി ഫോർ എവറി ഡേ ലിവിങ് അല്ലേ. പിന്നെ ഡെവലപ്പിംഗ് മൊറാലിറ്റി ആൻഡ് സ്കെയിൽ ഓഫ് വാല്യൂസ്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റ് ചൈൽഡ്ഹുഡിൽ വരുന്നത്. പിന്നെ അഡോളസൻസിൽ എന്തൊക്കെയായിരിക്കാം വരിക? അച്ചീവിങ് ന്യൂ ഓർ മോർ മെച്യൂർ റിലേഷൻഷിപ്പ് വിത്ത് ഫ്രണ്ട്സ് ഓഫ് ബോത്ത് സെക്സസ് അല്ലേ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞത് ബിഗിനിങ് ടു ഡെവലപ്പ് ഒരു മസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ സോഷ്യൽ റോൾസ് എന്ന്. അപ്പോൾ ഇവിടെയോ അച്ചീവിങ് എ മസ്കുലിൻ ഓർ ഫെമിനിൻ സോഷ്യൽ റോൾസ്, ഇവിടെ നമ്മൾ അച്ചീവ് ചെയ്യുകയാണത്. പിന്നെ അക്സെപ്റ്റിംഗ് വൺസ് ഫിസിക് ആൻഡ് യൂസിങ് വൺസ് ബോഡി എഫക്റ്റീവ്ലി അല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അഡോളസൻസിൽ വരുന്നത്. അതുപോലെ ഡിസൈറിങ്, അക്സെപ്റ്റിംഗ് ആൻഡ് അച്ചീവിങ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ, പിന്നെ അച്ചീവിങ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം പാരൻസ് ആൻഡ് അതർ അഡൾട്ട്സ്. ഓക്കെ. പിന്നെ ഏർലി അഡൾട്ട്ഹുഡിൽ വരുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഇൻ ആൻ ഒക്യുപ്പേഷൻ, സെലക്ടിങ് എ പാർട്ട്ണർ, അതേപോലെ ലേണിംഗ് ടു ലിവ് വിത്ത് എ മാരേജ് പാർട്ട്ണർ. പിന്നെ എന്താണ് വരുന്നത്? സ്റ്റാർട്ടിങ് എ ഫാമിലി ആൻഡ് റെയറിങ് ചിൽഡ്രൻ, മാനേജിങ് ഹോം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏർലി അഡൾട്ട്ഹുഡിൽ വരുന്നത്. അപ്പോൾ മിഡിൽ ഏജിൽ എന്തൊക്കെ വരും? അച്ചീവിങ് അഡൾട്ട് സിവിക് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ കുട്ടികളൊക്കെ ഒന്ന് വലുതായിട്ടുണ്ടാവും, ടീനേജ് കുട്ടികളുണ്ടാവും. അപ്പോൾ അസിസ്റ്റിംഗ് ടീനേജ് ചിൽഡ്രൻ ടു ബിക്കം റെസ്പോൺസിബിൾ ആൻഡ് ഹാപ്പി അഡൾട്ട്സ്, developing adult leisure time activities, relating oneself to one's spouse as a person. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മിഡിൽ ഏജിൽ വരുന്നത്. പിന്നെ ഓൾഡ് ഏജിൽ എന്താണ്? അഡ്ജസ്റ്റിംഗ് ടു റിട്ടയർമെൻറ്റ് ആൻഡ് റെഡ്യൂസ്ഡ് ഇൻകം, അഡ്ജസ്റ്റിംഗ് ടു ഡെത്ത് ഓഫ് സ്പൗസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓൾഡ് ഏജിൽ വരുന്നത്. സോ അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഡെവലപ്മെൻറ്റൽ ടാസ്കുകൾ പറയുന്നത്. അക്കോർഡിംഗ് ടു റോബർട്ട് ഹെവൻഗസ്റ്റ് പറയുന്നതാണ് ഇതൊക്കെ.